ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മിക്കവരും ചെട്ടിക്കുളങ്ങര ഭരണി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ചെട്ടിക്കുളങ്ങര ഭരണി സ്പെഷ്യൽ ഉണക്കച്ചെമ്മീൻ മാങ്ങാക്കറിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി കറിയാണിത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീഡിയോന് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൂടെ കൊടുത്തേക്കാം. ആദ്യം തന്നെ നമുക്കപ്പോൾ ഉണക്കച്ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ, 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, സവോള, ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കാം. 1 മുറി തേങ്ങയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാങ്ങയാണ്. ഒരു മാങ്ങ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളകും നേരത്തെ വറുത്തെടുത്ത് വെച്ചിരുന്ന ചെമ്മീനിൻ്റെ തലയും വാലും ഒക്കെ നമ്മൾ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി എടുക്കാം. മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ചട്ടിയിലേക്ക് വറുത്തെടുത്ത് വെച്ചിരുന്ന ചെമ്മീനും മാങ്ങയും പച്ചമുളകും ഒതുക്കിയെടുത്ത് വെച്ചിരുന്ന അരപ്പും കൂടെ ചേർത്തിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി കൈകൊണ്ടൊന്ന് യോജിപ്പിക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒഴിച്ച വെള്ളമൊക്കെ നന്നായി വറ്റി വരണം. അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ദാ ഇത്രേ ഉള്ളൂ, നമ്മുടെ ചെമ്മീൻ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. നല്ലൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം.